കനി മുട്ട പഠിക്കണ്ടേ നമുക്ക് സൊട്ടറേ കനി മുട്ട പഠിക്കണ്ടേ നമുക്ക് മുടി മുറിക്കണ്ടേ പോലെ നോക്കി ഇനി നേരിട്ട് ഫുഡ് കഴിക്കുക, ഏതെങ്കിലും ഹോട്ടലിൽ പോവുക, എന്നിട്ട് അമ്പലത്തിൽ പോവുക, മുടി മുറിക്കുക, എന്നിട്ട് ഊട്ടി വഴി വീട്ടിലേക്ക് വീട്ടിലേക്ക്. അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ റൂംസും കാര്യമൊക്കെ വെക്കേറ്റ് ചെയ്ത് അതിനുശേഷം നേരെ നമ്മുടെ മുരുകക്ഷേത്രത്തിലേക്ക്, മുരുകന്റെ അനുവാദത്തോടുകൂടിയും ആശീർവാദത്തോടുകൂടിയും നമ്മുടെ കുഞ്ഞിന്റെ തല മുട്ടപടി ഇപ്പൊ കൂടെ പോയി. മലയിലേക്കുള്ള യാത്ര മധ്യേ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കേണ്ടിയിട്ട് നമ്മൾ ശ്രീ നാർഗാനി ഒരു ഫാമിലി റെസ്റ്റോറൻറ്റിലേക്ക് മസാല ദോശ ഇഡ്ലിയുടെ ടേസ്റ്റോ സോഫ്റ്റാ ഇതല്ല. on Marughamalai Road for 4 kilometers. നമ്മൾ അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൂരം കൂടി അമ്പലത്തിലേക്ക് സ്റ്റെപ്പ്. ഇതാണ് മലയിലേക്ക് കയറുന്ന സ്റ്റെപ്പ്. 600 ഏകദേശം 700-ന്റെ അടുത്ത് സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ സ്റ്റെപ്പ് കയറുന്നില്ല, സ്റ്റെപ്പാ വൈബിട്ടാ. സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങുന്ന ഞങ്ങൾ ഇറങ്ങിക്കോ. ഞാൻ വണ്ടി എടുത്തായാലും അപ്പൊ ഇന്ന് തിരക്കില്ല കേട്ടാ, തിരക്കില്ലാത്തോണ്ടാ വണ്ടി അങ്ങോട്ട് വിടുന്ന കേട്ടാ. സ്റ്റെപ്പ് കയറാതെ ഇപ്പോ തിരക്ക് കുറവാന്ന് തോന്നുന്നു. അതുകൊണ്ട് കാറ് ഡയറക്റ്റ് അമ്പലത്തിലേക്കുള്ള ഇതാണ് മരുതമലൈ ക്ഷേത്രം. ഫൈനലി വി റീച്ച് മരുതമലൈ. നിങ്ങൾക്കൊരു സ്പെഷ്യൽ വ്യൂ കാണിച്ചേട്ടെ, രക്ഷയില്ലാത്ത നോക്കോ. കോയമ്പത്തൂർ സിറ്റി മൊത്തം ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് മുരുക രക്ഷിക്കണേ. പുറകിൽ നിൽക്കുന്ന മുരുകക്ഷേത്രം ശരിക്കത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള മരുത മരങ്ങൾ ഉണ്ടാകുന്നൊരു മലയാണ്. അങ്ങനെയാണ് ഈ മരുതമല എന്നുള്ള പേര് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഏകദേശം 1200 വർഷം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ്. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് മുകളിൽ പോയിട്ട് കാണാം. ചാടക്കോടയുണ്ട്. ഒടുക്കത്തെ കാറ്റാണല്ലേ. ചിന്ന പോന്നോക്ക്. ധീര ധീര ധീര. പിന്നെ ഇവിടെ ബസ് സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ. 10 രൂപ താഴേന്ന് അടിവാരത്തുനിന്ന്, മരുതമല അടിവാരത്തുനിന്ന് നമുക്ക്
ബസ്സിൽ ഇങ്ങോട്ടേക്ക് വരാം. ഇൻഫർമേഷൻ ഒന്നുമില്ല. 2 വർഷം മുന്നെല്ലാം മുകളിൽ വന്നിട്ടായിരുന്നു മുടി വെട്ടുക, മുട്ടടിച്ചിട്ട് കയറല്. പക്ഷേ ഇപ്പോൾ 2 വർഷമായിട്ട് അവരെ നിർത്തിയിട്ട് ഇപ്പോൾ ഇനി ഇവിടെ മുടിവെട്ടം വരുന്ന ആൾക്കാരുടെ ശ്രദ്ധയിലേക്കാണ്. ഈ മുടിവെട്ടം എന്ന് വെച്ചാൽ നേരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല, ഈ മല കയറാൻ സ്റ്റാർട്ട് ചെയ്ത അടിവാരം അവിടെ നിന്ന് മുട്ട പഠിച്ചതിന് ശേഷം മാത്രം മുകളിലേക്ക് വരിക. കാണിക്കൊണ്ട മോളെ. പക്ഷെ ആടെ വേഗം എത്തൂല മോനെ. இது டிக்கெட் எடுத்திருக்கு, ஆனா இந்த மொட்டை அடிக்கிறதுக்கு அங்கே இருக்காதுன்னு தெரியாது. இங்கே பார்க்கிங். ഓക്കെ ഓക്കെ ഓക്കെ. അവസാനം മുകളിൽ നിന്ന് നമ്മൾ നേരെ താഴെ ഇപ്പം ഈ മണ്ഡപത്തിൽ നിന്നാണ് മൊട്ടടി. കുട്ടികളുടെ എല്ലാവരുടെയും മൊട്ടടി ഈ മണ്ഡപത്തിലെത്തില്ല. നല്ല സൗകര്യം ഉണ്ടല്ലേ. അതിന്റെ ഉള്ളില് ഫുള്ള് കരച്ചല. ആദ്യം നമ്മൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്തിട്ട് ഒരു കൂപ്പൺ ടോക്കൺ കിട്ടും. അതിനുശേഷം മുട്ട. കരീര ജീജ് കരയതാ. എനിക്കൊന്ന് മൂല മൊട്ടച്ചി മൊട്ടച്ചി. കനിമ എന്തെങ്കിലും മുറിവിന് കാര്യം ഉണ്ടെങ്കിൽ അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു മുട്ട പഠിച്ച എക്സ്പീരിയൻസ്? അടിപൊളി. നായ്ക്കുട്ടീനെ വേണ്ടേ? നായ്ക്കുട്ടീനെ വേണ്ടേ? ബോ 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 ബോ. മുട്ടയൊക്കെ വടിച്ചതിന് ശേഷം അമ്പലത്തിലേക്ക്. അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. നമ്മുടെ മുട്ടവടിയൊക്കെ കഴിഞ്ഞു. പാവം കുഞ്ഞും കുറേ കരഞ്ഞ്. സാർ നല്ലൊരു കാര്യത്തിനല്ല. ആണ് നമ്മുടെ മരുതമല ക്ഷേത്രം.
കവാട ഇവിടെയാണ്. നമുക്ക് എൻട്രി ആ സ്റ്റെപ്പ് വഴി, എക്സിറ്റ് ഓപ്പോസിറ്റ് സ്റ്റെപ്പ് വഴി നേരെ അമ്പലത്തിനുള്ളിൽ കയറിയിട്ട് നേരെ പുറത്തേക്ക് പോകാം. അപ്പോൾ അമ്പലം വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്തു. നല്ല ദർശനം കിട്ടി. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്നുള്ള പഞ്ചാമൃതം അതുപോലെ ലഡു എല്ലാം മേടിച്ച് ഇനി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നോക്കിയുള്ള ബാക്കി കാര്യങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കാര്യങ്ങൾ. നെക്സ്റ്റ് ആദിയോഗി. Then we are going to Atta. Like To Nadu. towards Nadu. ആടാട് ആടാട് ആടാടാടാട് ആടിക്കാലയ്ക്കും വഴം. അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ആദിയോഗിയുടെ അടുത്തെത്താൻ ഇനിയൊരു 4 കിലോമീറ്റർ. 2 സ്ഥലത്താണ് ആദിയോഗികളുള്ളത്. ഒന്ന് കോയമ്പത്തൂരും ഒന്ന് ബാംഗ്ലൂരും. പക്ഷേ കുറച്ചുകൂടെ വലുതാന്ന് തോന്നുന്നു. ഇതാണ് മെയിൻ. ആദിയോഗി എന്ന് വെച്ചാൽ ഒരു എന്താ പറയാ അമ്പലം ഉണ്ടല്ലോ. ഇതൊരു യോഗ സെന്ററിന്റെ ഒരു എന്താ പറയാ ദിശ ഫൗണ്ടേഷൻ നടത്തുന്ന ഒരു യോഗ സെന്റർ. ഇവിടെ ഫുള്ള് കൃഷിയാണ്. ഈ സൈഡ് കൃഷിയാണ്, ഈ സൈഡ് കൃഷിയാണ്. ഈ സൈഡില് കവുങ്ങ്, ഈ സൈഡില് തക്കാളി, ആ സൈഡില് പന. ഫുള്ള് വ്യൂ ആണ് ഗൈസ്. പിന്നെന്താ അപ്പൊ ഗൈസ് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു യാത്ര ഫാമിലി എത്തും അല്ലേ? തെറാപ്പി ഫോർ ദി ഫ്രീ തെറാപ്പി, ബ്യൂട്ടിഫുൾ മൈൻഡ് സെറ്റ് തെറാപ്പി. നാളെ പണിക്ക് പോകേണ്ട ആലോചിക്കുമ്പോഴാണ് അതും നമ്മളൊരു ഭാഗം തന്നെയാണല്ലോ. അതുണ്ടെങ്കിലാണല്ലോ നമുക്ക് ഇതൊക്കെ പോകാനാവും. അപ്പോൾ അങ്ങനെ വർക്കിന് പണിക്ക് പോവുക, പൈസ ഉണ്ടാക്കുക, യാത്രകൾ ചെയ്യുക. പണിക്ക് പോവുക, പൈസ ഉണ്ടാക്കുക, യാത്രകൾ ചെയ്യുക. അത് തന്നെ നമ്മൾ മെയിൻ ലക്ഷ്യം. ഒരു ലൈഫ്, അത് ആ ലൈഫിൻ്റെ പ്രസൻറ്റിൽ നമ്മൾ ജീവിക്കണം. പാസ്റ്റ് നോക്കരുത്, ഫ്യൂച്ചർ നോക്കരുത്. പ്രസൻറ്റിൽ എന്താണോ നമ്മൾ അതിൽ വെച്ചിട്ട് ജീവിക്കണം. എന്ന് വെച്ചാൽ കുറച്ച് സേവിങ്സ് ഒന്നും വേണ്ടെന്നല്ലേ, കുറച്ച് സേവിങ്സ് ഒക്കെ വേണം. ആ സേവിങ്സ് ആണ് നമ്മളെ പലതിനും നമുക്ക് ഹെൽപ്പ് ചെയ്യുക. പക്ഷേ എന്നാലും പ്രസന്റ് ജീവിക്കുക. പ്രസന്റിൽ എന്താണോ നമ്മുടെ സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. അപ്പം കൂടെ പോയി അത്രയുമല്ല അങ്ങനെ നമ്മൾ മാളോച്ചിയുടെ അത്രയും കാലത്തെ ആഗ്രഹങ്ങൾ സാധിക്കാൻ പോവുകയാണ്. ഈ പ്രതിമേന്റെ 3 സൈഡ് മലയാ കണ്ടോ? അതണ്ട അതിന്റെ മാല കണ്ട ഫുള്ള് ഇതാ. അപ്പോൾ നമ്മൾ ആദിയോഗി എത്തിയിരിക്കുകയാണ്. നമുക്ക് ആദിയോഗിയുടെ ഫ്രണ്ട് ഭാഗം ഇപ്പോൾ കാണാം. ആ പ്രതിമയിൽ ഈ ഒരു മേഘങ്ങളൊക്കെ വരുന്ന കണ്ടോ? കിടിലം വ്യൂ ആണ്. നമുക്കൊന്ന് അടുത്തേക്ക് പോകാം.
കണ്ടോ, ആദിയോഗി ഗിന്നസ് ബുക്കിൽ തന്നെ സ്ഥാനം നേടിയ സ്റ്റാറ്റ്യൂ ആണ് ആദിയോഗി. പിന്നെ ഇതിന് ഏകദേശം ഒരു 112 അടിയൊക്കെ ഉണ്ട്. അതെന്ന് വെച്ചാൽ ആധ്യാത്മികമായിട്ട് പറയുകയാണെങ്കിൽ 112 ഹ്യൂമൻ ചക്രയാണ്. പിന്നെ സ്ഥാപകൻ എന്ന് പറയുന്നത് സദ്ഗുരുവാണ്. ഈ പ്രതിമയുടെ ചുറ്റും മലനിരകളാണ് അല്ലേ, മലകളാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം വരാൻ നോക്കി നൈറ്റ് ഷോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്, പക്ഷെ പറ്റിയില്ല. പിന്നെ ഇന്നലെ വന്നിട്ട് വലിയ കാര്യമില്ലാന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ മഴയായതുകൊണ്ട് ഇവിടെ ലൈറ്റ് ഷോ ഉണ്ടാവില്ല എന്നാണ് നമ്മുടെ ഈ കോയമ്പത്തൂരിലുള്ള കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ അമ്പലത്തിൽ നിന്ന് നേരെ ഇവിടത്തേക്ക് വന്നത്. എന്നാലും വന്നത് വെറുതെ ആയില്ല. ശിവൻ്റെ ഇതുപോലുള്ളൊരു പ്രതിമ ഗിന്നസ് ബുക്കിൽ വന്നതിൽ പ്രത്യേകതയൊന്നുമില്ല. കാരണം അത്രത്തോളം ഉണ്ട്. ശിവന്റെ കഴുത്തിലുള്ള മാലയിൽ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഓരോ അക്ഷരങ്ങൾ ഇണക്കിയിട്ടാണ് ഇത്രയും വലിയൊരു മാല ഉണ്ടാക്കിയത്. ശരിക്കും ഇവിടെ വരാത്ത ആൾക്കാർ നമ്മൾ വളരെ ലേറ്റായി പോയി. കാരണം നമ്മൾ പല സ്ഥലത്തും പോയിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള ഒരു സ്ഥലത്ത് മൈൻഡൊക്കെ റിലാക്സ് ആവാൻ ബെസ്റ്റ് ഓപ്ഷൻ ഒന്നെന്തായാലും വരണം. കാരണം മാല ഉണ്ട് വെച്ചാൽ രുദ്രാക്ഷയില്ല, ഓരോ രുദ്രാക്ഷം കൊണ്ടുണ്ടാക്കിയ സാധനം. എങ്ങനെയുണ്ട് ശിവന്റെ പ്രതിമ? എങ്ങനെയുണ്ട്? പറ്റിയതിൽ അത്രയും ബാക്കിയുള്ളതൊന്നും കാണാൻ പറ്റി. പോവാ. Turn right onto National Highway 544. മൊട്ടച്ചി, മൊട്ടശുട്ടി, മൊട്ടശുപ്പി, മൊട്ടശുപ്പി, മൊട്ടക്കനിയാ, മൊട്ടയാ. വാന്നറ ഹലോ. അങ്ങനെ നമ്മുടെ 2 ദിവസത്തെ കോയമ്പത്തൂർ യാത്ര അവസാനത്തെ 2 ചായയിലൂടെ നമ്മൾ കഴിയുകയാണ്. അപ്പോൾ അടുത്ത ഒരു യാത്രയോടുകൂടി ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ സന്ധിക്കും വരെ വണക്കം. സെറ്റോ ചന്ദനക്കത്തി ആറ്റ ചന്ദനക്കത്തി മൊട്ടേ